ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇംഗ്ലീഷിന് എങ്ങനെയാണ് നമ്മൾ ഒരു മെയിൽ ഐ ഡി അല്ലെങ്കിൽ ഒരു ലെറ്റർ എങ്ങനെയാണ് ഒരു മെയിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു ലെറ്റർ എങ്ങനെയാണ് എഴുതുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കാം ഹൗ ടു റൈറ്റ് എ ലെറ്റർ. ഒരു ലെറ്റർ എങ്ങനെയാണ് എഴുതുക, അതായത് ഒരു ഒഫീഷ്യൽ ലെറ്റർ. ഇപ്പോൾ നമ്മളോട് ഒരാൾക്ക് ഒരു ലെറ്റർ എഴുതാൻ പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഒഫീഷ്യൽ ലെറ്റർ എഴുതുക എന്നാണ് നമ്മളൊരു ഉദാഹരണം വെച്ച് നോക്കാം. ഓക്കെ, അപ്പൊ ഇതിലൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ ആണ്, യുവർ സ്കൂൾ ഈസ് ഹോൾഡിംഗ് എ മ്യൂസിക്കൽ ഡ്രാമ. അതായത് നിങ്ങളുടെ സ്കൂളിൽ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ ഒരു മ്യൂസിക്കൽ ഡ്രാമ, ഒരു നാടകം എന്ത് ചെയ്യാണ്ട് നടക്കുന്നുണ്ട്. ഫോർ ദ അപ്കമിങ് ആനുവൽ ഡേ. നിങ്ങളുടെ സ്കൂളിന്റെ ആനുവൽ ഡേക്ക് വരാൻ പോകുന്ന അപ്കമിങ് എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന ആനുവൽ ഡേയില് ഒരു മ്യൂസിക്കൽ ഡ്രാമ കളിക്കുന്നുണ്ട്. ഡ്രാമ എന്ന് പറഞ്ഞാൽ നാടകമാണ് കേട്ടോ. അപ്പൊ ഒരു നാടകം കളിക്കുന്നുണ്ട്. അപ്പോൾ റൈറ്റ് എ ലെറ്റർ ടു ദി ഡയറക്ടർ ഓഫ് ദ ഡൽഹി സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് ഡ്രാമ. അതായത് റൈറ്റ് എ ലെറ്റർ, ഒരു കത്ത് എഴുതുക. ആർക്കാണ്? ടു ദി ഡയറക്ടർ. ഡയറക്ടർക്ക് എഴുതണം. ഏതിന്റെ ഡയറക്ടർ? ഓഫ് ദി ഡൽഹി സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് ഡ്രാമ. ഡൽഹിയിൽ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് ഡ്രാമ എന്ന് പറഞ്ഞാൽ അതായത് നാടകത്തിന്റെയും ഡാൻസും പഠിപ്പിക്കുന്ന ഒരു സ്കൂളാണ് ഡൽഹി സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് ഡ്രാമ. ആ സ്കൂളിലെ ഡയറക്ടർക്ക് എന്ത് ചെയ്യണം? നമ്മളൊരു ലെറ്റർ എഴുതണം. എന്തിന്? ഇൻവൈറ്റിംഗ് ഹിം ഓർ ഹെർ. ഡയറക്ടർ ആണാവാം പെണ്ണാവാം അല്ലെ. ആണാണെങ്കിൽ ഹിം എന്നും പെണ്ണാണെങ്കിൽ ഹെർ എന്നുമാണ് നമ്മൾ പറയാ. അപ്പോ അവരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുക. ഓക്കെ, ഇൻവൈറ്റിംഗ് ഹിം ഓർ ഹെർ, അവരെ ഇൻവൈറ്റ് ചെയ്തിട്ട് ടു ബി ദ ചീഫ് ഗസ്റ്റ് ഫോർ ദ ഒക്കേഷൻ. അപ്പൊ നമ്മളുടെ ആനുവൽ ഡേന്റെ ചീഫ് ഗസ്റ്റ് ആയിട്ട് അവരെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഒരു ലെറ്റർ അവർക്ക് എഴുതാനാണ് പറയുന്നത്. യു ആർ സന്തോഷ് ഓർ സബീന. നമ്മുടെ പേര് അതെന്താണ്? നമ്മുടെ ശരിക്കുള്ള പേരല്ല എഴുതാൻ പറയുന്നത്. യു ആർ, നിങ്ങൾ ആരാണ്? സന്തോഷ് ഓർ സബ്രീന. നിങ്ങളുടെ പേര് സന്തോഷെന്നോ സബ്രീനയാണോ എന്ന് വിചാരിക്കുക. അതായത് ആൺകുട്ടിയാണെങ്കിൽ സന്തോഷെന്നും പെൺകുട്ടിയാണെങ്കിൽ സബ്രീനയാണെന്നും വിചാരിക്കുക. ദ കൾച്ചറൽ പ്രസിഡന്റ് ഓഫ് യുവർ സ്കൂൾ. നിങ്ങൾ ആരാണ്? സ്കൂളിലെ കൾച്ചറൽ പ്രസിഡന്റ് ആണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഡൽഹി സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് ഡ്രാമയിലെ ഡയറക്ടർക്ക് നിങ്ങൾ നടത്തുന്ന പ്രോഗ്രാമിന്റെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു കത്ത് എഴുതുക. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു കത്ത്. അത് കത്ത് എഴുതുന്നതിന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളുടെ അഡ്രസ്സ് എഴുതുക. ആരാണോ ലെറ്റർ എഴുതുന്നത് അയാളുടെ അഡ്രസ്സ് എഴുതുക. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ സന്തോഷ് എന്ന് പറയാനിട്ടുണ്ട്. അപ്പൊ സന്തോഷ് ശർമ്മ എന്താണ് എന്താണ് നമ്മുടെ ഡെസിഗ്നേഷൻ? നമ്മൾ കൾച്ചറൽ പ്രസിഡന്റ് ആണ്. ഏതെങ്കിലും ഒരു സ്കൂളിന്റെ പേര് കൊടുക്കുക. ഗ്രീൻ വാലി പബ്ലിക് സ്കൂൾ, ന്യൂഡൽഹിയിലുള്ള ഏതെങ്കിലും ഒരു സ്കൂളിന്റെ എന്തെങ്കിലും ഒരു അഡ്രസ്സ് കൊടുക്കുക. ഓക്കെ, നമ്മുടെ പിൻകോഡാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുത്തെ സ്കൂളിന്റെ അഡ്രസ്സ് കൊടുക്കാം, ഇവിടുത്തെ പിൻകോഡ് കൊടുക്കാം. നിങ്ങൾ എന്തെങ്കിലും ഒരു അഡ്രസ്സ് എഴുതിയാൽ മതി. ഉള്ള സ്കൂൾ തന്നെ ആവണമെന്നൊന്നുമില്ല. ഒരു കൺസെപ്റ്റ് വെച്ച് കൊടുക്കും. ഓക്കെ, അതിന്റെ താഴെ എന്ത് എഴുതുക? നമ്മൾ ഡേറ്റ് എഴുതണം. ഓക്കെ, അതിന്റെ താഴെ ഡേറ്റ് എഴുതണം. പിന്നെയോ, പിന്നെ നമ്മൾ ആർക്കാണോ അയക്കുന്ന ആളുടെ കൂടെ ദ ചേർത്ത് വെക്കണം കേട്ടോ. ദ ഡയറക്ടർ, നമ്മൾ ഡയറക്ടർക്കല്ലേ അയക്കണം. അപ്പൊ ദ ഡയറക്ടർ. അപ്പൊ നമ്മൾ പ്രിൻസിപ്പൾക്കാണെങ്കിലോ ദ പ്രിൻസിപ്പൾ. ഇനി നമ്മൾ വേറൊരു ഗവൺമെന്റ് ഒഫീഷ്യൽ മിനിസ്റ്റർക്കാണെങ്കിലോ ദ മിനിസ്റ്റർ. അപ്പൊ ആർക്കാണോ നമ്മൾ അയക്കണം, അപ്പൊ ഒഫീഷ്യൽ അയക്കുമ്പോൾ ഇവിടെ ഒരു ദ ചേർത്തിട്ട് വേണം നമ്മൾ അയക്കാൻ. ഇനി അയാൾ എന്തിന്റെ ഡയറക്ടറാണ്? ദ ഡയറക്ടർ. അയാളുടെ ഡെസിഗ്നേഷൻ കൊടുത്തു. എന്താണ്? ഏത് സ്കൂളിലാണ്? ഡൽഹി സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് ഡ്രാമ. അവരുടെ അഡ്രസ്സ് കൊടുക്കുക. ഇനി എന്താണോ നമ്മൾ എഴുതുന്നത് ആ സബ്ജക്റ്റ് നമ്മൾ അവിടെ എഴുതുക. ഓക്കെ, എന്താണ് സബ്ജക്റ്റ്? ഇൻവിറ്റേഷൻ ടു ബി ദ ചീഫ് ഗസ്റ്റ് ഫോർ ആനുവൽ ഡേ സെലിബ്രേഷൻ. എന്താണോ സബ്ജക്റ്റ്, നമ്മൾ എന്തിനാണ് ഈ ഒരു ലെറ്റർ എഴുതുന്നത് എന്നതാണ് സബ്ജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തിനാണ് നമ്മൾ ഈ ലെറ്റർ എഴുതുന്നത് എന്നുള്ളത് ഇവിടെ എഴുതുക. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു ഒഫീഷ്യൽ ലെറ്റർ അയക്കുമ്പോൾ ചില ആളുകൾ കംപ്ലീറ്റ് വായിച്ചു നോക്കാനൊന്നും നിൽക്കില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? അവർ മെയിൻ സബ്ജക്റ്റ് ആണ് നോക്കുക, എന്താണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഓക്കെ, ഇമ്പോർട്ടന്റ് ആണെങ്കിൽ അവർ വായിക്കും. അതല്ലെങ്കിൽ ആദ്യം നിന്ന് അവർക്ക് മനസ്സിലാവും. അപ്പൊ എന്നാണ് എപ്പോഴാണുള്ളത് മാത്രം നോക്കിയിട്ട് അവർ ആ ലെറ്റർ ക്ലോസ് ചെയ്യും. കാരണം അവർക്ക് ഒരുപാട് ഇങ്ങനത്തെ വരുന്നുണ്ടാവും. അപ്പൊ അവര് കുറെ ലെറ്ററും കുറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. അപ്പൊ എല്ലാം ഇരുന്ന് വായിച്ചു നോക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? സബ്ജക്റ്റ് എഴുതണം. അപ്പൊ ആദ്യം നമ്മൾ ആരാണോ അയക്കണം അയാളുടെ അഡ്രസ്സ്, സെക്കൻഡ് അതിന്റെ താഴെ ഡേറ്റ് എഴുതണം. അതിന്റെ താഴെ എന്തെഴുതണം? ആർക്കാണോ അയക്കണത് അയാളുടെ അഡ്രസ്സ് എഴുതണം. പിന്നെ സബ്ജക്റ്റ് എഴുതണം, എന്തിനാണ് ഇത് എഴുതുന്നത് എന്നുള്ളത്. അപ്പൊ ഇൻവിറ്റേഷൻ ടു ബി ദ ചീഫ് ഗസ്റ്റ് ഫോർ ആനുവൽ ഡേ സെലിബ്രേഷൻ. ഇതെന്താണ്? ഇൻവിറ്റേഷൻ. ഇതൊരു ഇൻവിറ്റേഷൻ ആണ്. ടു ബി ദ ചീഫ് ഗസ്റ്റ്, നിങ്ങൾ ചീഫ് ഗസ്റ്റ് ആവാൻ വേണ്ടി. എന്തിനെ? ഫോർ ആനുവൽ ഡേ സെലിബ്രേഷൻ. ഞങ്ങളുടെ സ്കൂളിന്റെ ആനുവൽ ഡേ സെലിബ്രേഷന് നിങ്ങൾ ചീഫ് ഗസ്റ്റ് ആവുന്നതിനുള്ള ഇൻവിറ്റേഷൻ ആണ് ഇത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? റെസ്പെക്ടഡ് മാം അല്ലെങ്കിൽ സർ എന്ന് എഴുതാം. ഓക്കെ, ആണാണെങ്കിൽ സാറിനോ മാമിനോ എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതാം. റെസ്പെക്ടഡ് സർ,
ഐ ഹോപ്പ് ദിസ് ലെറ്റർ, പിന്നെ നമ്മൾ എന്തിനാണ് ഇത്, അപ്പൊ ഫസ്റ്റ് എപ്പോഴും നിങ്ങൾ ഈ ഒരു സംഭവം എഴുതാട്ടോ. ഐ ഹോപ്പ് ദിസ് ലെറ്റർ ഫൈൻഡ് യു ഇൻ ദ ബെസ്റ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സ്പിരിറ്റ്. നിങ്ങൾക്ക് ക്ഷേമമാണെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ പറഞ്ഞില്ലേ, അവിടെ സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു പറയില്ല, ആ സംഭവമാണിത്. ഓക്കെ, ഐ ആം റൈറ്റിംഗ് ടു യു ഓൺ ബിഹാഫ് ഓഫ് ഗ്രീൻ. ഞാൻ എന്തിനാ എഴുതുന്നത്? ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിന്റെ കൾച്ചറൽ പ്രസിഡന്റ് എന്ന രീതിക്കാണ് ഞാൻ ഇത് എഴുതുന്നത്. അപ്പൊ നമ്മൾ എന്താണ്, അങ്ങനെ എന്താണോ നമ്മൾ ആണെന്ന് പറഞ്ഞത് ആ ഒരു സംഭവം അവിടെ എഴുതുക. ഞങ്ങളുടെ പിന്നെ എന്തിനാണ് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഒരു ഓർഗനൈസ് ചെയ്യുന്നുണ്ട്, എന്ത് ആനുവൽ ഡേ സെലിബ്രേഷൻ 20 മെയ് ഞങ്ങളുടെ സ്കൂൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അപ്പോ എന്ത് ചെയ്യാണ്, 2025 മെയ്യില് ആനുവൽ ഡേ സെലിബ്രേഷൻ ഉണ്ട്. ആൻഡ് വി ആർ ഡിലൈറ്റഡ് ടു ഇൻഫോം യു ദാറ്റ് ദ ഹൈലൈറ്റ് ഓഫ് ദ ഇവന്റ് വിൽ ബി എ മ്യൂസിക്കൽ ഡ്രാമ പെർഫോംഡ് ബൈ അവർ സ്റ്റുഡൻസ്. അപ്പൊ ഇതിന്റെ ഹൈലൈറ്റ് എന്താണ്? ഞങ്ങളുടെ സ്കൂളിൽ ഒരു മ്യൂസിക്കൽ ഡ്രാമ നടക്കുന്നുണ്ട്, അതാണ് ഇതിന്റെ ഈ ഒരു ആനുവൽ പ്രോഗ്രാമിന്റെ ഹൈലൈറ്റ്. ഇറ്റ് വുഡ് ബി ഗ്രേറ്റ് ഹോണർ ഫോർ ആസ് ഇഫ് യു ഈ ഒക്കേഷനിൽ നിങ്ങൾ ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുവാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു എന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. യുവർ പ്രസൻസ് വുഡ് നോട്ട് ഓൺലി ഇൻസ്പയർ അവർ യങ് പെർഫോമൻസ്, പിന്നെ അവരൊന്ന് പൊക്കിയിടണം. ഓക്കെ, എന്താണ് യുവർ പ്രസൻസ് വുഡ് നോട്ട് ഓൺലി, നിങ്ങളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ഇൻസ്പയർ ചെയ്യും, ഞങ്ങളുടെ യങ് പെർഫോമേഴ്സിനെ ഇൻസ്പയർ ചെയ്യുകയും ചെയ്യും. പിന്നെന്താണ്, ഞങ്ങളുടെ എന്താ, അത് മാത്രമല്ല ബട്ട് ഓൾസോ എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല എന്താ ചെയ്യാ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്ന് പറയുന്നത് ഒരു പ്രയോഗമാണ് കേട്ടോ. നോട്ട് ഓൺലി എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല ബട്ട് ഓൾസോ ഇതും കൂടി എന്ന് നമ്മൾ പറയില്ലേ. അപ്പോ ഞാനൊരു ടീച്ചർ മാത്രമല്ല, ഒരു എന്താ ഡാൻസർ കൂടിയാണെന്ന് എങ്ങനെ പറയാം? ഐ ആം നോട്ട് ഓൺലി എ ടീച്ചർ ബട്ട് ഓൾസോ എ ഡാൻസർ. ഇത് മാത്രമല്ല അതും കൂടിയാണ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കലാം എന്ന് പറയുന്നത് സയന്റിസ്റ്റ് മാത്രമല്ല നമ്മുടെ പ്രസിഡന്റ് കൂടി ആയിരുന്നു എന്നെങ്ങനെ നമ്മൾ പറയാം? അബ്ദുൽ കലാം ഈസ് നോട്ട് ഓൺലി നോട്ട് ഓൺലി കഴിഞ്ഞു പോയതല്ലേ, ഇപ്പൊ വാസ് നമ്മൾ ഉപയോഗിക്കണം. അബ്ദുൽ കലാം വാസ് നോട്ട് ഓൺലി എ സയന്റിസ്റ്റ് ബട്ട് ഓൾസോ അവർ ഫോമർ പ്രസിഡന്റ്, നമ്മുടെ മുൻപത്തെ പ്രസിഡന്റ് കൂടിയാണ് എന്നുള്ളത് പറയാം. ഓക്കെ, അപ്പോ ആഡ് ഇമ്മൻസ് വാല്യൂ ടു ദ ഇവന്റ്സ്. അപ്പൊ നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം എന്താണ്, നമ്മുടെ യങ് ജനറേഷനെ ഇൻസ്പയർ ചെയ്യുക മാത്രമല്ല ബട്ട് ഓൾസോ എന്തുകൂടെ ചെയ്യും, ഇമ്മൻസ് വാല്യൂ ടു ദി ഇവന്റ്. ഞങ്ങളുടെ ഇവന്റ് കളറാക്കും. ഓക്കെ, നമ്മൾ കളറാക്കുക എന്ന് പറയില്ലേ, അല്ലെങ്കിൽ ഇവന്റിന് ഒന്നുകൂടി ഒരു ഉഷാർ ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. ദ ഫംഗ്ഷൻ ഈസ് സ്കെഡ്യൂൾഡ്. അപ്പൊ എപ്പോഴാണ് ടൈം എന്നുള്ളതും എന്താണെന്നുള്ളത് നമ്മൾ മുന്നേ എഴുതി, ഇനി എപ്പോഴാണ് ടൈം എന്നുള്ളത് അവരെ അറിയിക്കണം. ദ ഫംഗ്ഷൻ ഈസ് സ്കെഡ്യൂൾഡ് ടു ബിഗിൻ അറ്റ് 5 PM ഇൻ ദ സ്കൂൾ ഓഡിറ്റോറിയം. സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത്. ഫോളോഡ് ബൈ എ ബ്രീഫ് ഇന്ററാക്ഷൻ വിത്ത് ദ പാർട്ടിസിപ്പൻസ് ആൻഡ് ഫാക്കൽറ്റി. ഓക്കെ, അപ്പോ നമ്മുടെ ഇത് നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. എന്താണ് സംഭവം എന്നുള്ളതിന്റെ കണ്ടന്റ് കൃത്യമായിട്ട് നമ്മൾ അവിടെ എഴുതാം. അതിന്റെ താഴെ ഈ ഒരു സംഭവം എഴുതാം. യു സിൻസിയർലി ഹോപ്പ് യു വിൽ ആക്സെപ്റ്റ് അവർ ഇൻവിറ്റേഷൻ. അത് ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിലാണ് കേട്ടോ, നമ്മളൊരു കാര്യത്തിന് ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സംഭവം കൃത്യമായിട്ട് അവിടെ എഴുതാം. ആൻഡ് മേക്ക് ദ ഇവന്റ് മെമ്മറബിൾ ഫോർ ഓൾ. വി സിൻസിയർലി ഹോപ്പ്, ഞങ്ങൾ തീർച്ചയായും പ്രതീക്ഷിക്കുന്നുണ്ട്. യു വിൽ ആക്സെപ്റ്റ് അവർ ഇൻവിറ്റേഷൻ, നിങ്ങൾ ഞങ്ങളുടെ ഇൻവിറ്റേഷൻ ആക്സെപ്റ്റ് ചെയ്യുന്ന തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആൻഡ് മേക്ക് ദ ഇവന്റ് മെമ്മറബിൾ ഫോർ ഓൾ. മെമ്മറബിൾ എന്ന് പറഞ്ഞാൽ മറക്കാനാവാത്തതാക്കും. ഈ ഒരു ഇവന്റ് എല്ലാവർക്കും നിങ്ങൾ വന്നതുകൊണ്ട് ഓർത്തിരിക്കുന്ന ഒന്നാക്കും എന്നാണ് പറയുന്നത്. ലുക്കിംഗ് ഫോർവേഡ് ടു യുവർ പോസിറ്റീവ് റെസ്പോൺസ്. നിങ്ങളുടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മറുപടിക്ക് ഞങ്ങൾ കാത്തിരിക്കുന്നു. പിന്നെ ഇത് എഴുതണം കേട്ടോ. ഏറ്റവും ലാസ്റ്റ് നമ്മൾ എഴുതേണ്ടതാണ് യുവർ സിൻസിയർലി എന്ന് എഴുതുക. എന്നിട്ട് നമ്മുടെ പേരെഴുതുക, എന്താണോ നമ്മൾ എവിടുന്നാണോ നമ്മൾ എന്താണ് നമ്മുടെ ഡെസിഗ്നേഷൻ എന്നുള്ളത് അവിടെ എഴുതുക. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഫോം എന്ന് പറയുന്നത്. ആദ്യം നമ്മളെ അഡ്രസ്സ് എഴുതുക, നമ്മുടെ അഡ്രസ്സ് എഴുതുക, ഡേറ്റ് എഴുതുക, പിന്നെ ആർക്കാണോ എഴുതുന്നത് അയാളുടെ അഡ്രസ്സ് എഴുതുക, സബ്ജക്റ്റ് എഴുതുക, റെസ്പെക്റ്റഡ് സാർ ഓർ മാം എന്ന് എഴുതുക. പിന്നെ ഫസ്റ്റ് ഈ ഒരു സംഭവം എഴുതുക. അതായത് എന്നിട്ട് അവർക്ക് നമ്മുടെ ഒരു എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തിനാന്നുള്ള ഒരു സംഭവം എഴുതുക. എന്നിട്ട് ഇപ്പൊ റിക്വസ്റ്റ് ആണെങ്കിൽ ഇവിടെ എന്താണ് ഈ ഇൻവിറ്റേഷൻ ഉള്ളിടത്ത് റിക്വസ്റ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് ഈ ഒരു സംഭവം കൺക്ലൂഡ് ചെയ്യുക. ലുക്കിംഗ് ഫോർവേഡ് ടു യുവർ പോസിറ്റീവ് റെസ്പോൺസ്. എന്നിട്ട് ഇത് എന്തായാലും എഴുതണം. നമ്മളൊരു ഒഫീഷ്യൽ ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ ഇവിടെ എഴുതേണ്ടതാണ് യുവർ സിൻസിയർലി എന്ന് എഴുതുക. ലാസ്റ്റ് അത് ലെഫ്റ്റ് സൈഡിൽ താഴെ ഇടത് ഭാഗത്ത് താഴെയായിട്ട് എഴുതണം യുവർ സിൻസിയർലി. പിന്നെ പേര് ഇവിടെ നമ്മളോട് സന്തോഷ് എന്നാണ് നമ്മുടെ പേര് പറഞ്ഞിട്ടുള്ള ആണായതുകൊണ്ട്, പെണ്ണാണെങ്കിൽ അവിടെ എന്താണ് വേറൊരു പേരല്ലേ പറഞ്ഞത്, എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? പെണ്ണാണെങ്കിൽ സന്തോഷ് ഓർ സബീന. ഓക്കെ, അപ്പൊ സബീന എന്ന് കൊടുക്കുക. പെൺകുട്ടികളാണെങ്കിൽ സബീന എന്ന് കൊടുക്കുക. കൾച്ചറൽ പ്രസിഡന്റ് ഗ്രീൻ വാലി പബ്ലിക് സ്കൂൾ.
ഓക്കെ, ഇതാണ് ഒരു ഒഫീഷ്യൽ ലെറ്റർ എഴുതുന്നതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഇമെയിൽ എഴുതാം? ലെറ്റർ ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഇമെയിൽ എന്ന് പറയുന്നത് മറ്റൊരു ലെറ്റർ ആണ്. അപ്പൊ ഇതില് പറയുന്നത് യുവർ ബ്രദർ വാസ് ഔട്ട് ഓഫ് സ്റ്റേഷൻ. നമ്മുടെ ബ്രദർ എന്താണ്, ദൂരെ ഒരു സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. വെൻ യുവർ സ്കൂൾ ഹെൽഡ് എ മ്യൂസിക്കൽ ഡ്രാമ. നമ്മുടെ സ്കൂൾ മ്യൂസിക്കൽ ഡ്രാമ നടത്തിയപ്പോ നമ്മുടെ ബ്രദർ ഉണ്ടായിരുന്നില്ല. വേർ യു വേർ ദ ലീഡിങ് ക്യാരക്ടർ. ആ മ്യൂസിക്കൽ ഡ്രാമയിൽ, നാടകത്തിലെ ലീഡിങ് ക്യാരക്ടർ ആരായിരുന്നു? മെയിൻ ക്യാരക്ടർ ആരായിരുന്നു? നമ്മളായിരുന്നു. റൈറ്റ് ആൻ ഇമെയിൽ ടു ഹിം. അവനക്കൊരു ഇമെയിൽ എഴുതു, ടെല്ലിങ് ഹിം അബൌട്ട് ദ ഡ്രാമ. ആ ഡ്രാമയെ കുറിച്ച് പറഞ്ഞുകൊണ്ട്. ആൻഡ് ഹൗ യു എൻജോയ്ഡ് പെർഫോമിങ് ഇറ്റ്. നമ്മൾ എങ്ങനെയാണ് അതിൽ പെർഫോം ചെയ്തത് എന്നുള്ളതും നമ്മൾക്ക് എങ്ങനെയാണ് എൻജോയ് ചെയ്തത് എന്നുള്ളതും പറഞ്ഞിട്ട് നമ്മുടെ ബ്രദറിന് ഒരു ഇമെയിൽ എഴുതാനാണ്. ആൻഡ് ഹൗ മച്ച് ഹി വാസ് മിസ്ഡ് ബൈ യു. ആൻഡ് നിങ്ങൾ എങ്ങനെയാണ് അത് മിസ് ചെയ്തത്, നിങ്ങളുടെ ബ്രദറിനെ എങ്ങനെ മിസ് ചെയ്തു എന്നുള്ളതും പറഞ്ഞിട്ട് നമ്മൾ ഒരു ലെറ്റർ എഴുതാനാണ്, ഒരു ഇമെയിൽ എഴുതാനാണ് പറയണത്. ഒരു ഇമെയിൽ എഴുതാനാണ് പറയണത്. അപ്പൊ എങ്ങനെ എഴുതാൻ നോക്കാം. ഇതില് ഇമെയിലിൽ നമ്മൾ അഡ്രസ്സും കാര്യങ്ങളൊന്നും വേണ്ട, കാരണം ഓൾറെഡി മെയിലിൽ നിന്നാണ് അയക്കുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് സബ്ജക്റ്റ് മാത്രം എഴുതാം, സബ്ജക്റ്റ് മുതൽ അങ്ങോട്ട് എഴുതാം. ഓക്കെ, പിന്നെ നമ്മള് ഇത് ഫോർമൽ അല്ല, അതായത് ഫോർമൽ ആണ്, നമ്മുടെ ഒഫീഷ്യൽ ലെറ്റർ അല്ല. ബ്രദർ എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത ആൾക്കാരാണ് അല്ലെ, അപ്പൊ അത് ഫോർമൽ ആണ്. അപ്പൊ അവിടെ എന്തൊരു അഭിസംബോധന അങ്ങനെയൊന്നും വേണ്ട, സാർ റെസ്പെക്റ്റഡ് ഒന്നും വേണ്ട, ഡിയർ ആണ്. അവിടെ നമ്മൾ കൊടുക്കുക ഡിയർ, എന്റെ പ്രിയപ്പെട്ട എന്നാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, മദർ ആണെങ്കിൽ ഡിയർ മദർ, അല്ലെങ്കിൽ ഡിയർ ബ്രദർ. ഇനി അവരുടെ പേര് കൊടുക്കണമെങ്കിൽ എന്താണ്, ഡിയർ സൂരജ്, അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കുക. എന്നിട്ട് എന്ത് എഴുതാം, ഹൗ ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഞാൻ പ്രതീക്ഷിക്കുന്നു നീ നന്നായിരിക്കുന്നു എന്നുള്ളത്, അതായത് നിനക്ക് സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ എഴുതുക. എന്നിട്ട് എന്താണ് ഇതിൽ ആ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് എഴുതുക. ഐ ജസ്റ്റ് ഹാഡ് ടു റൈറ്റ് ദിസ് ലെറ്റർ ടെൽ യു അബൌട്ട് സംതിങ് റിയലി എക്സൈറ്റിംഗ്. എനിക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത് അല്ലെങ്കിൽ മെയിൽ എഴുതുന്നത്. അവർ സ്കൂൾ റീസെന്റ് ഹെൽഡ് എ മ്യൂസിക്കൽ ഡ്രാമ. നമ്മുടെ സ്കൂൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മ്യൂസിക്കൽ ഡ്രാമ ഹെൽഡ് ചെയ്തു. ആൻഡ് ഹെൽഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ നടത്തി. ആൻഡ് ഗസ് വാട്ട്. എന്നിട്ട് എന്താ നോക്ക്, ഐ വാസ് ദ ലീഡിങ് ക്യാരക്ടർ. ഞാനായിരുന്നു ലീഡിങ് ക്യാരക്ടർ ഡ്രാമയിലെ. ഇറ്റ് വാസ് സച്ച് ആൻ അമേസിംഗ് എക്സ്പീരിയൻസ്. ഇത് ഒരു ഭയങ്കര രസമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ദ ഹോൾ ഓഡിറ്റോറിയം വാസ് ഫിൽഡ് വിത്ത് സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് ആൻഡ് പാരന്റ്സ്. ഓഡിറ്റോറിയം ഭയങ്കര തിരക്കായിരുന്നു. അതിലുള്ള കുട്ടികളുണ്ടായിരുന്നു, ടീച്ചർമാരുണ്ടായിരുന്നു, പാരന്റ്സ് ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ ലോട്ട് ഓഫ് ലൈൻസ് ടു റിമെമ്പർ ആൻഡ് സം സോങ്സ് ടു സിങ് ടു. അതായത് എന്താണ്, ഈ ഇത് മ്യൂസിക്കൽ ഡ്രാമ എന്ന് പറയുമ്പോൾ നാടകം വിത്ത് എന്താണ് പാട്ടാണ്. അപ്പൊ അതിന്റെ ഇടയിൽ പാട്ടുകൾ വരും. അപ്പൊ എനിക്ക് എന്തുണ്ടായിരുന്നു, ഒരുപാട് ലൈൻസ് എനിക്ക് ആലോചിക്കേണ്ട, കാണാതെ പഠിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. നാടകമാകുമ്പോൾ അങ്ങനെയല്ലേ, നോക്കി പറയാൻ പറ്റില്ല, ഒക്കെ കാണാതെ പഠിക്കണം. അപ്പൊ എനിക്ക് ഒരുപാട് ലൈൻസ് കാണാതെ പഠിക്കേണ്ടതായിരുന്നു. കുറച്ച് പാട്ടുകളും ഉണ്ടായിരുന്നു. ബട്ട് എവറിത്തിങ് വെന്റ് സ്മൂത്ത്ലി. പക്ഷെ എല്ലാം നന്നായി നടന്നു. ദ കോസ്റ്റ്യൂംസ്, ലൈറ്റ്സ്. കോസ്റ്റ്യൂംസ് എന്ന് പറഞ്ഞാൽ ഡ്രസ്സ്, നാടകത്തിനിടുന്ന ഡ്രസ്സുകൾക്കാണ് കോസ്റ്റ്യൂം എന്ന് പറയാ. ലൈറ്റ്സ്, ലൈറ്റുകൾ ആൻഡ് മ്യൂസിക് മെയ്ഡ് ദ ഹോൾ പെർഫോമൻസ് ഫീൽ മാജിക്കൽ. അപ്പോൾ കോസ്റ്റ്യൂമും ലൈറ്റും മ്യൂസിക്കും ഒക്കെ പാടെ കൂടിയപ്പോൾ എന്തായി, പെർഫോമൻസ് എന്തായി, മാജിക്കലായി എന്ന് പറഞ്ഞാൽ വണ്ടർഫുൾ ആയി, വളരെ അടിപൊളിയായി. ഐ ഹാഡ് സോ മച്ച് ഫൺ ബീയിങ് ഓൺ സ്റ്റേജ്. എനിക്ക് ഭയങ്കര എന്താ ഫൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായി. നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്തു എന്ത് സ്റ്റേജിൽ നിൽക്കുന്നത്. ആൻഡ് ആക്ടിങ് ഇൻ ഫ്രണ്ട് ഓഫ് എവരി വൺ. എല്ലാവരുടെ മുന്നിലും നാടകം അഭിനയിക്കുന്നത് എനിക്ക് വളരെ സന്തോഷവും ഒരു ഫണ്ണും തന്നു. ബട്ട് ടു ബി ഹോണസ്റ്റ്, പക്ഷെ സത്യം പറയുകയാണെങ്കിൽ ഐ റിയലി മിസ്ഡ് യു. ഞാൻ എന്നെ വളരെ മിസ് ചെയ്തു. ഐ കെപ്റ്റ് തിങ്കിങ് ഹൗ നൈസ് ഇറ്റ് വുഡ് ബി. ഐ കെപ്റ്റ് തിങ്കിങ്, ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു, ഹൗ നൈസ് ഇറ്റ് വുഡ് ബി. ഹൗ നൈസ് ഇറ്റ് വുഡ് ഹാവ് ബീൻ ഇഫ് യു വേർ ഇൻ ദ ഓഡിയൻസ് ചിയറിങ് മീ ഓൺ. അതായത് ഹൗ നൈസ് ഇറ്റ് വുഡ് ഹാവ് ബീൻ എന്ന് പറഞ്ഞാല് എത്ര വളരെ രസകരമായിരുന്നേനെ, ഇഫ് യു വേർ ഇൻ ദ ഓഡിയൻസ് ചിയറിങ് മീ ഓൺ. നീ ഓഡിയൻസിന്റെ ഇടയിൽ ഇരുന്ന് എനിക്ക് വേണ്ടി ചിയറിങ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നെങ്കിൽ. അതായത് നമ്മുടെ ബ്രദർ ഓഡിയൻസിന്റെ ഇടയിൽ ഇരുന്ന്, അത് അങ്ങനെ തന്നെയല്ലേ, നമുക്ക് പ്രിയപ്പെട്ട ആൾക്കാർ നമുക്ക് വേണ്ടി നമ്മളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അതിനൊരു ഉഷാറ് വേറെയാണ്. അപ്പൊ അവൾ എന്താ പറയണത്, ഞാൻ മിസ് ചെയ്തു നിന്നെ, നീ ഇതിന്റെ ഇടയിൽ ഉണ്ടായിരുന്നെങ്കിൽ, ഓഡിയൻസിന്റെ ഇടയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടി എനിക്ക് വളരെ സന്തോഷമായേനെ. ഇറ്റ് ജസ്റ്റ് വാസ് ഇൻ ദ സെയിം വിത്തൗട്ട് യു ദർ. അതായത് നീ അവിടെ ഉണ്ടാവണ പോലെ ആയിരുന്നില്ല നീ ഇല്ലാതായിരുന്നപ്പോ. ഓക്കെ, ഐ കാൺ വെയിറ്റ് ടു ടെൽ യു ഓൾ ദ ഡീറ്റെയിൽസ് വെൻ വി മീറ്റ്. എനിക്ക് നിന്നെ കാണുമ്പോൾ നിന്നോട് ഇത് പറയാൻ ഞാൻ കാത്തിരിക്കാൻ. ഐ കാൺ വെയിറ്റ് ടു ടെൽ യു എന്ന് പറഞ്ഞാൽ എനിക്ക് കാത്തിരിക്കാൻ വയ്യ നിന്നോട് ഇതൊക്കെ പറയാൻ എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ കാത്തിരിക്കാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാൻ. മേ ബി ഐ വിൽ ഈവൻ പെർഫോം എ സീൻ ഓർ ടു ജസ്റ്റ് ഫോർ യു. എന്റെ മുന്നിൽ ഞാൻ ആ കാര്യങ്ങളൊക്കെ അഭിനയിച്ച് കാണിക്കാം, ഒന്നോ രണ്ടോ സീൻ അഭിനയിച്ച് കാണിക്കാം എന്നാണ് അവൾ പറയുന്നത്. ഓക്കെ, ടേക്ക് കെയർ, സീ യു സൂൺ. നിങ്ങൾ എന്ത് ചെയ്യുക, ടേക്ക് കെയർ എന്ന് പറഞ്ഞാല്
എന്താണ് ടേക്ക് കെയർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് നമ്മൾ പറയല്ലോ ടേക്ക് കെയർ എന്ന് പറഞ്ഞാൽ എന്താ? സൂക്ഷിച്ചു, സൂക്ഷിക്കുക എന്ന് പറയില്ലേ ആ സംഭവം. സി യു സൂൺ, നിന്നെ തീർച്ചയായിട്ടും അടുത്ത് തന്നെ കാണാം. പിന്നെ വിത്ത് ലവ് അല്ലെങ്കിൽ ലവ്, പിന്നെ നമ്മളെ പേര് എഴുതാം. മെയിലും അതുപോലെ ലെറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ഒഫീഷ്യൽ ലെറ്ററുകളിലാണെങ്കിലും മെയിലിലാണെങ്കിലും നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു? അഡ്രസ്സ് എഴുതും. നമ്മുടെ അഡ്രസ്സ് എഴുതും, ഡേറ്റ് എഴുതും, ആർക്കാണോ അയക്കുന്നത് അയാളുടെ അഡ്രസ്സ് എഴുതും. പക്ഷെ മെയിലിലാണെങ്കിൽ സബ്ജക്റ്റ് മുതലേ എഴുതാറുള്ളൂ കേട്ടോ. സബ്ജക്റ്റ് മുതലാണ് മെയിലിൽ എഴുതുക. മെയിലിൽ ഓൾറെഡി നമ്മുടെ മെയിലിൽ നിന്നാണ് പോകുന്നത് എന്നുള്ള അഡ്രസ്സ് അവിടെ കിട്ടും. അതുപോലെ ആരുടെ മെയിലിലേക്കാണോ പോകുന്നത് എന്നുള്ള അഡ്രസ്സ് നമ്മൾ അവിടെ എഴുതിയിട്ടാണ് കൊടുക്കുക. സോ നമ്മൾ ജസ്റ്റ് സബ്ജക്റ്റ് മുതൽ എഴുതിയാൽ മതി. പിന്നെ ഇതൊരു ഫോർമലാണ്. ഫോർമൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ, നമ്മുടെ അടുത്ത ഫ്രണ്ട്സിന്, നമ്മുടെ അമ്മയ്ക്ക്, നമ്മുടെ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എഴുതുമ്പോൾ ഫോർമലാണ്. അപ്പൊ അതിന് നമ്മുടെ എന്താ പറയാ, റെസ്പെക്റ്റഡ് ഒന്നും വേണ്ട. അപ്പൊ നമ്മൾ എഴുതുക ഡിയർ എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക. ഓക്കെ. ഇനി അതല്ല ഒരു ഒഫീഷ്യൽ ലെറ്റർ ആണെങ്കിൽ ദ എന്ന് പറഞ്ഞിട്ട് അവരുടെ റെസിഗ്നേഷൻ, ദ ഡയറക്ടർ, ദി പ്രിൻസിപ്പൽ, അങ്ങനെയാണ് നമ്മൾ എഴുതുക. ഓക്കെ. അപ്പൊ ഇതാണ് ഒരു മെയിലും ലെറ്ററും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.